ടെലിവിഷൻ ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ച സീരീസുകളിൽ ഒന്നാണ് ജോർജ് ആർ മാർട്ടിന്റെ എ സോങ് ഓഫ് ഐസ് ആൻഡ് ഫയർ എന്ന നോവലിനെ ആസ്പദമാക്കി നിർമ്മിച്ച ഗെയിം ഓഫ് ത്രോൺസ്. വെറും ഒരു ഫാന്റസി കഥ എന്നതിലുപരി അധികാരം, പ്രതികാരം, പ്രണയം, ചതി എന്നിവയുടെ സങ്കീർണമായ ഇഴയടുപ്പമാണ് ഈ സീരീസിനെ സമാനതകളില്ലാത്ത ഒന്നാക്കി മാറ്റുന്നത്. വെസ്റ്ററോസ് എന്ന സാങ്കല്പിക ഭൂഖണ്ഡത്തിലെ 7 രാജ്യങ്ങളുടെ അധികാരം പിടിച്ചെടുക്കാൻ പ്രഭുക്കന്മാർ നടത്തുന്ന പോരാട്ടമാണ് ഇതിന്റെ ആത്മാവ്. രാഷ്ട്രീയ തന്ത്രങ്ങളും അപ്രത്യക്ഷമായ ട്വിസ്റ്റുകളും പ്രേക്ഷകരെ ഓരോ നിമിഷവും മുൾമുനയിൽ നിർത്തുന്നു. ഓരോ കഥാപാത്രത്തിനും വ്യക്തമായ വ്യക്തിത്വവും വളർച്ചയുമുണ്ട്. ജോൺ സ്നോ, ഡെനേറിയസ് ടാർഗേരിയൻ, ടീരിയൻ ലാനിസ്റ്റർ, ആര്യ സ്റ്റാർക്ക് എന്നിവർ വെറും ഒരു സിനിമാ കഥാപാത്രങ്ങൾ എന്നതിലുപരി ആരാധകരുടെ വികാരമായി മാറി. ആരും പൂർണ്ണമായും നല്ലവരോ ചീത്തയോ അല്ല എന്ന യാഥാർത്ഥ്യമാണ് ഇതിനെ കൂടുതൽ മികവുറ്റതാക്കുന്നത്. ഒരു സിനിമയെ വെല്ലുന്ന രീതിയിലുള്ള മേക്കിംഗ് ആണ് ഇതിന്റെ ഹൈലൈറ്റ്. അതിമനോഹരമായ ലൊക്കേഷനുകൾ, വസ്ത്രാലങ്കാരം, പ്രത്യേകിച്ച് ഡ്രാഗണുകളുടെയും വൈറ്റ് വാക്കേഴ്സിന്റെയും വിഷ്വൽ എഫക്റ്റുകൾ എന്നിവ ടെലിവിഷൻ ലോകത്ത് പുതിയ വിപ്ലവം സൃഷ്ടിച്ചു. ഒരു പ്രധാന കഥാപാത്രം പോലും ഏത് നിമിഷവും കൊല്ലപ്പെടാം എന്ന രീതിയിലുള്ള തിരക്കഥയാണ് ഈ സീരീസിന്റെ കരുത്ത്. ഇത് പ്രേക്ഷകരെ ആകാംക്ഷയുടെ കൊടുമുടിയിലെത്തിക്കുന്നു. രാമൻ ജവാദി ഒരുക്കിയ ആവേശമുണർത്തുന്ന സംഗീതം, പ്രത്യേകിച്ച് സീരീസിന്റെ ടൈറ്റിൽ ട്രാക്ക് ഇന്നും ആരാധകരുടെ പ്രിയപ്പെട്ടതാണ്. അവസാന സീസണുകളെ കുറിച്ച് ചിലർക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും ഒരു കലാസൃഷ്ടി എന്ന നിലയിൽ ഗെയിം ഓഫ് ത്രോൺസ് നൽകുന്ന അനുഭവം അതുല്യമാണ്. ഇതിഹാസ കഥകൾ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു വിരുന്നാണിത്.